ഒരു അടിപൊളി ഫുഡ് പരിചയപ്പെട്ടാലോ? നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന, നമ്മളെ ക്ഷീണമൊക്കെ മാറ്റി ശാരീരികമായും മാനസികമായും ദിവസം മുഴുവൻ നമ്മളെ ഒരു എനർജറ്റിക്കായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫുഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ശാരീരികമായും മാനസികമായിട്ട് എന്തോ ഒരു ടയേർഡായ പോലെ, ഒരു മൂഡ് ഓഫ് വന്നിരുന്നു. അപ്പം പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ ഡെയിലി റൊട്ടീനിൽ 2 മാറ്റങ്ങൾ വരുത്തി. അതോടെ ഞാൻ ഒരു പവർഫുള്ളായി മാറി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഡെയിലി ഞാൻ 1 മണിക്കൂർ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യാൻ തുടങ്ങി. നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, എൻ്റെ രാത്രി ഭക്ഷണത്തിൽ ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഉൾപ്പെടുത്തി. അതിനുശേഷം നല്ല റിസൾട്ടായിരുന്നു. ആ ഫുഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നുമല്ല, നമ്മുടെ മുത്താരിയാണ്. മുത്താരി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ അതൊരു ടേസ്റ്റ് ഇല്ലാത്തതാണ്. എന്നാൽ വളരെയധികം ടേസ്റ്റ്. അതാ പറഞ്ഞാൽ വീട്ടിലെ ചെറിയ മക്കളടക്കം കഴിക്കാൻ പറ്റുന്ന അത്ര നല്ല ടേസ്റ്റ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. ഇത് നിങ്ങൾ കഴിച്ചിട്ട് നമ്മൾ കുറേ ദിവസങ്ങളൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. പിറ്റേന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ ഇന്ന് കഴിക്കുന്നു, പിറ്റേന്ന് നമുക്കത് അറിയാൻ സാധിക്കും. അതേപോലെ ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു മാറ്റം ഗ്യാരണ്ടിയാണ്. മുത്താരിയുടെ ഗുണങ്ങളെ പറ്റി ഞാൻ ഇതിനു മുമ്പ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അത് ഞാൻ പിന്നെ ഇങ്ങനെ നമുക്കുണ്ടല്ലോ, നമ്മുടെ മില്ലിൽ കഴുകി ഉണക്കി പൊടിക്കുന്ന ഉല്ലാല മുത്താരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പരസ്യം ചെയ്യുമ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെ പിന്നെ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ഗ്യാസ് അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞാൻ ആദ്യം പറയാം, എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമില്ല. നമ്മുടെ സാഹചര്യങ്ങൾ പുറത്ത് നമ്മൾ വീഡിയോ ചെയ്യുകയാണ്. അതുകൊണ്ട് വീഡിയോയുടെ ക്ലാരിറ്റിയിലേക്കും ക്വാളിറ്റിയിലേക്കൊന്നും നിങ്ങൾ വിലയിരുത്തരുത്. ഇത് നമുക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ 2 സ്പൂണ് മുത്താരിപ്പൊടി ഇട്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് ഇളകി വരുമ്പോൾ എന്താക്കണം, ഇത് നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വെച്ച പാൻ ചൂടാവുമല്ലോ, അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് അതിലേക്ക് ഒഴിച്ച് കുറച്ച് സമയം കുറച്ച് തീ കുറക്കാട്ടോ, ഒരു ലോ ഫ്ലെയിമിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും ഞാനൊരു ഒരു റെസിപ്പി മോഡലിൽ പറഞ്ഞിട്ടുണ്ടേ. അപ്പം പിന്നെ ഇതെന്താക്കുക, ഇതൊന്ന് തിളച്ച് നല്ലോണം കുറച്ച് സമയം തിളക്കുകയാണെങ്കിൽ അതിനുശേഷം അത് കുറുകി വരും. ഈ സാധനം നമ്മൾ എന്താക്കുക, മിക്സിയിൽ തണുത്ത് കഴിയുമ്പോൾ ഇത് തണുക്കാൻ വെച്ച് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു നേന്ത്രപ്പഴം, നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതിടുക. വെറുതെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ടൊക്കെ ഇടാം, ചെറിയൊരു കഷ്ണം ബീട്രൂട്ടൊക്കെ വേണമെങ്കിൽ ഇടാം. ഇതിന് മെയിൻ വേണ്ടത് പഴവും പിന്നെ നമ്മളെ തണുത്ത മുത്താരിയും പിന്നെ പാലും. ഇത് അടിക്കുക. ഇതാണ് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഈ സാധനങ്ങൾ ഇട്ടതിന് ശേഷം നന്നായി അടിച്ച് അങ്ങനെ അത് മിക്സിയിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ ഉല്ലാലയിലെ മുത്താരി പൊടിയെ പരിചയപ്പെടുത്തുകയാണ്. മുത്താരി കളക്ട് ചെയ്ത് നന്നായി കഴുകി ഉണക്കിയതിന് ശേഷമാണ് ഉല്ലാലയിൽ മുത്താരി പൊടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉല്ലാല മുത്താരി പൊടി നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ മുത്താരി മാത്രമല്ല കേട്ടോ, ഉല്ലാലയിലുള്ള എല്ലാ പ്രൊഡക്റ്റും ഏറ്റവും ക്വാളിറ്റിയിലും, മുളക്, മഞ്ഞൾ എല്ലാം കഴുകി വൃത്തിയാക്കി, അതുപോലെ തന്നെ ചിക്കൻ മസാല, സാമ്പാർ പൊടി എല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. വെളിച്ചെണ്ണയാകട്ടെ, കൊപ്ര, ഏറ്റവും ക്വാളിറ്റിയുള്ള കൊപ്ര കളക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നതാണ് ഉല്ലാലയുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഏതായാലും വിശ്വസിച്ച് 100% വിശ്വാസമുള്ളിടത്തു നിന്ന് വാങ്ങുക. ഇതാണ് ഉല്ലാല നമ്മളിപ്പോൾ പറഞ്ഞ ഇത് ജ്യൂസ് കേട്ടോ. ഇത് അടിപൊളി ജ്യൂസാണ്, നല്ല ടേസ്റ്റാണ്.